ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. രാവിലെ ഞാൻ മോളെ കൊണ്ടുവിട്ടു കേട്ടോ. അത് കഴിഞ്ഞുള്ള പരിപാടികളാണ്. അപ്പോൾ ഇപ്പം കുറച്ച് വെള്ളമൊക്കെ കുടിക്കുവാണ്. ഇന്നലെ രാത്രി റെഡിയാക്കി വെച്ചാട്ടോ. നമ്മുടെ ഒരു വൈറൽ സാധനം ഉണ്ടല്ലോ, കുക്കുംബർ, ക്യാരറ്റ്, കുറച്ച് പുതിന, പിന്നെ കുറച്ച് ചിയാ സീഡ് എല്ലാം കൂടി ഇട്ടൊരു വെള്ളം കേട്ടോ. രാവിലെ കുടിച്ചാൽ നല്ലതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ കുറച്ച് ആദ്യമേ തന്നെ കുടിച്ചായിരുന്നു കേട്ടോ. ഈ കുറച്ച് ഡയറ്റൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്നു. അറിയില്ല, പകുതി വെച്ച് എന്തായാലും ഡയറ്റ് മുടങ്ങും കേട്ടോ. ഞാൻ എപ്പോഴും ഡയറ്റൊക്കെ എടുക്കാമെന്ന് വിചാരിക്കും, പക്ഷെ ഒന്നും നടക്കത്തില്ല കേട്ടോ. അത് എങ്ങനെയെങ്കിലൊക്കെ അത് കൊളായിപ്പോകും. അപ്പോൾ ഇപ്രാവശ്യം ഈ മാസം തൊട്ട് ഇന്ന് തൊട്ട് നല്ല രീതിയിൽ ഡയറ്റ് ചെയ്യണമെന്നുമാണ് ആഗ്രഹം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ. അതിനിടയ്ക്ക് പോയിട്ട് വന്നിട്ട് ഒരു റീലൊക്കെ എടുത്ത് അതാണ് ഇങ്ങനെ കുറച്ച് മേക്കപ്പൊക്കെ ഇട്ടിരിക്കുന്നത്. പിന്നെ എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ? ഇന്ന് നാട്ടിൽ ഇലക്ഷൻ റിസൾട്ട് വരുന്ന ദിവസമാണല്ലേ. എന്താകും നമുക്ക് നോക്കാം അല്ലേ. പുതിയ പുതിയ ആളുകൾ വരട്ടെ, പുതിയ പുതിയ ഭരണങ്ങളൊക്കെ വരട്ടെ അല്ലേ, നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷം? സുഖമല്ലേ? ഇന്ന് എനിക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്, ജോലിയൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണം. അപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ കാണാം. ഇവിടെ സമയം ഏകദേശം 11 മണിയായി കേട്ടോ. ഞാൻ ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. അങ്ങനെ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാട്ടോ. ഏത്തപ്പഴമുണ്ട്, ഡേറ്റ്സ് ഉണ്ട്, കാഷ്യൂനട്ടുണ്ട്. നോക്കാം എന്താവുമെന്ന്. ഇതൊക്കെ കഴിച്ച് വിശപ്പൊക്കെ മാറുമെന്ന് നോക്കാം. ഇവിടെ നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് കാരണം പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ഞാൻ പെട്ടെന്ന് തന്നെ പോയി തുണിയൊക്കെ വിരിച്ചു, അകത്ത് കയറി കുറേ സമയം AC ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഫാനൊക്കെ ഇട്ടിരിക്കുകയാണ്. ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, എന്നിട്ട് എന്തെങ്കിലും കറി ഉണ്ടാക്കണം മോക്ക് വേണ്ടിയുള്ളത്. ഉച്ചയ്ക്ക് നമ്മളാരും ചോറ് കഴിക്കത്തില്ല കേട്ടോ. വീക്കെൻഡിൽ മാത്രമേ ചോറ് റെഡിയാക്കത്തുള്ളൂ. പിന്നെ ഉച്ചയ്ക്ക് ചപ്പാത്തി ഇരിപ്പുണ്ട്, ചപ്പാത്തി കഴിക്കാമെന്ന് വിചാരിച്ചു. മുട്ടക്കറിയാക്കാം. പിന്നെ രാത്രി ഹസ്ബൻഡ് വരുമ്പോൾ വേറെ എന്തെങ്കിലും അതുപോലെ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി കേട്ടോ. കാര്യമായിട്ടൊന്നും വേണ്ട. സ്വീറ്റ് പൊട്ടറ്റോ കേട്ടോ, അതുകൊണ്ട് അത് റെഡിയാക്കണം. പിന്നെന്താ, മുട്ട അങ്ങനെ എന്തെങ്കിലും മതി, വേറൊന്നും വേണ്ട. അപ്പം മോക്ക് എന്തെങ്കിലും കറി ഉണ്ടാക്കണം. അവളെല്ലാ കറികളൊന്നും കഴിക്കത്തില്ല. ഇന്നലെയൊക്കെ സാമ്പാറായിരുന്നു, ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം സാമ്പാറാണ്. അപ്പോൾ ഇന്ന് സാമ്പാർ പറ്റത്തില്ലല്ലോ. അങ്ങനെ വേറെ എന്തെങ്കിലും വെറൈറ്റി കണ്ടുപിടിച്ച് സാമ്പാറാന്നൊക്കെ പറഞ്ഞ് കൊടുക്കും ഞാൻ. മീൻകറിയൊക്കെ സാമ്പാറാണെന്നും പറഞ്ഞാണ് ഞാൻ ചില സമയത്ത് കൊടുക്കുന്നത്. പക്ഷെ അവൾക്കറിയാം കേട്ടോ, മീൻകറിയാണെന്ന് അറിയാം. എന്നാലും ഞാൻ ഇടയ്ക്ക് പറയും സാമ്പാറാന്നൊക്കെ പറഞ്ഞ് മീൻകറിയുടെ ചാറൊക്കെ എടുത്ത് കൊടുക്കും. അങ്ങനെ അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ, എന്നിട്ട് കാണാം. നല്ല അടിപൊളി ചൂടാണ് ഗൈസ്. പുറത്തിറങ്ങാനേ പറ്റത്തില്ല, അതുപോലെ ചൂടാണ്. പൊള്ളിപ്പോവും. തുണിയൊക്കെ പെട്ടെന്ന് തന്നെ ഉണങ്ങും. ഗൈസ് അങ്ങനെ ഏകദേശം ഉച്ചയായി കേട്ടോ. എനിക്ക് നേരത്തെ തന്നെ വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഒരുപാടൊന്നുമില്ല കേട്ടോ. കുറച്ച് 2 ചപ്പാത്തി ഉണ്ട്. ഇതാണ് എൻ്റെ ലഞ്ച്. ചപ്പാത്തി ഉണ്ട്, ഒരു വെജിറ്റബിൾ എല്ലാം കൂടെ കൂട്ടി മിക്സ് ചെയ്ത് ഒരു അവിയൽ പോലെ ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ മുട്ടയുണ്ട്. അപ്പോൾ എനിക്ക് നന്നായിട്ട് വിശന്നു. രാവിലെ ഒന്നും കാര്യമായിട്ട് കഴിച്ചില്ലല്ലോ, അതുകൊണ്ടാണെന്ന് നല്ല വിശപ്പുണ്ട്. ഡയറ്റാണ്. അല്ലെങ്കിൽ പിന്നെ ഞാൻ രാവിലെ ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വിശക്കത്തേ ഇല്ല കേട്ടോ. ചായയും അങ്ങനെ എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വിശക്കത്തില്ല. പക്ഷേ ഇന്ന് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ചായ കുടിക്കാത്തതുകൊണ്ടാണ് തോന്നുന്നു. എന്തായാലും ചായ കുടി കുറച്ച് കുറയ്ക്കണം, എന്നാലേ ശരിയാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം ഇനി കുറച്ച് എല്ലാ ദിവസവും ഇതുപോലത്തെ കുറച്ച് വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.